T20 ലോകകപ്പിൽ നമീബിയക്കെതിരായ മത്സരത്തിന് മുൻപ് ഇന്ത്യൻ ടീമിൽ നിന്ന് വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓപ്പണർ ബാറ്ററായ അഭിഷേക് ശർമ്മയ്ക്ക് നമീബിയക്കെതിരായ മത്സരം നഷ്ടമായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്നലെ വൈകിട്ട് എത്തിയത്. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയാണ്. USA-ക്കെതിരായ മത്സരത്തിലും വയ്യാത്തതിനാൽ തന്നെ രണ്ടാം ഇന്നിംഗ്സിൽ അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങിയിരുന്നില്ല. ശേഷം ആശുപത്രിയിലായിരുന്ന അദ്ദേഹത്തിന് പൂർണ്ണമായും ഇതുവരെ റിക്കവർ ചെയ്യാനായി സാധിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ നമീബിയക്കെതിരായ മത്സരത്തിൽ അദ്ദേഹം പ്ലേയിങ് ലെവൽ ഉണ്ടായിരിക്കില്ല എന്നുമാണ് കോച്ചായ റയാട്ടൻ ഡോഷാറ്റെ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഈ ഒരു മാറ്റം ഒഴികെ USA-ക്കെതിരെ ഇറങ്ങിയ അതേ പ്ലേയിങ് ലെവലിൽ തന്നെ ടീമിനെ നിലനിർത്താനായി പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ പ്ലേയിങ് ലെവൽ അപ്ഡേറ്റുകളിൽ പറയുന്നത്. അഭിഷേക് ശർമ്മ പുറത്തായ സാഹചര്യത്തിൽ മലയാളി താരം സഞ്ജു സാംസൺ ആയിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാനായി എത്തുന്നത്. ഇഷൻ കിഷൻ സഞ്ജു സാംസൺ സഖ്യം ഓപ്പണിങ്ങിനായി എത്തുമ്പോൾ ലോകകപ്പിൽ സഞ്ജുവിന്റെ അരങ്ങേറ്റമായിരിക്കും നമീബിയക്കെതിരായ മത്സരത്തിൽ കാണാനായി സാധിക്കുന്നത്. മികച്ച പ്രകടനം പുറത്തെടുത്താൽ തീർച്ചയായിട്ടും സഞ്ജു സാംസനെ സംബന്ധിച്ച് ലോകകപ്പ് പ്ലേയിങ് ലെവലിൽ തുടരാനുള്ള അവസരവും മുന്നിലുണ്ട്. നേരത്തെ ന്യൂസിലാൻഡിനെതിരായി T20 പരമ്പരയിൽ മോശം പ്രകടനത്തെ തുടർന്നായിരുന്നു ഓപ്പണിംഗ് സ്ഥാനം സഞ്ജുവിന് നഷ്ടമായിരുന്നത്. പകരം വിക്കറ്റ് കീപ്പറായെത്തിയ ഇഷൻ കിഷൻ കത്തിക്കയറുന്ന ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചപ്പോൾ സഞ്ജുവിന് ഓപ്പണിംഗ് സ്ലോട്ട് സ്ഥാനം നഷ്ടമാവുകയായിരുന്നു. കീപ്പിംഗ് റോളും ഇഷൻ കിഷൻ ഭംഗിയായി തന്നെ നിർവഹിക്കുന്ന സാഹചര്യത്തിൽ സഞ്ജുവിന് പ്ലേയിങ് ലെവലിലെ സ്ഥാനം നഷ്ടമാവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു സുവർണ അവസരം തന്നെയാണ് സഞ്ജുവിനെ തേടിയെത്തിയിരിക്കുന്നത്. അഭിഷേകിന് പകരം മികച്ച പ്രകടനം പുറത്തെടുക്കുക വഴി ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാനായി സഞ്ജുവിന് സാധിക്കും.